നമസ്കാരം പ്രിയമുള്ളവരെ, മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ സംസ്ഥാനത്ത് സൗജന്യ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികളിൽ മുൻഗണനകൾ ലഭിക്കുന്നതിന് അതിനെല്ലാം തന്നെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മളുടെ റേഷൻ കാർഡ്. അത് BPL വിഭാഗത്തിലാണെങ്കിൽ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ BPL റേഷൻ കാർഡിലേക്ക് ഒരു അവസരം പുതിയ സർക്കാർ UDF ഗവൺമെൻറ് ഒരുക്കി തരികയാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ ജൂൺ മാസം 27-ാം തീയതി ആരംഭിച്ചു. 27-ാം തീയതി 12 മണി മുതലാണ് പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ളത്. അതിനുശേഷം ജൂലൈ മാസം 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഈ ഒരു സമയപരിധിയിൽ നമുക്ക് BPL കാർഡിന് അർഹതയുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, ഈ അപേക്ഷകൾ സമർപ്പിച്ച അത് എത്രയും വേഗം തീർപ്പ് കൽപ്പിച്ച് അർഹതയുള്ളവർക്കെല്ലാം BPL റേഷൻ കാർഡായിട്ട് അപ്പോൾ അവരുടെ പഴയ റേഷൻ കാർഡ് കൺവേർട്ട് ചെയ്ത് നൽകുന്നതുമായിരിക്കും. അപ്പോൾ APL വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡാണ് നമുക്കുള്ളത് എങ്കിൽ, BPL കാർഡിന് അർഹതയുള്ളവരാണ് എങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ചുരുക്കി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നവരായിരിക്കണം അപേക്ഷകൾ വയ്ക്കേണ്ടത്. അങ്ങനെയുള്ളവരുടെ അപേക്ഷയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് അപേക്ഷയ്ക്ക് വേണ്ട രേഖകൾ എന്നുള്ളത് നമ്മളുടെ റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ നമ്മളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലത്തിൽ ഒരു BPL സർട്ടിഫിക്കറ്റ്, അത് നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തി നൽകുന്നതുണ്ടാകും. ആ BPL സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങുക. BPL റേഷൻ കാർഡിലേക്ക് അപേക്ഷ വയ്ക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BPL സർട്ടിഫിക്കറ്റ് നമുക്ക് അവർ ഇഷ്യൂ ചെയ്ത് നൽകും. ആ സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം നമ്മുടെ കുടുംബ വാർഷിക വരുമാനം അത് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി വില്ലേജ് ഓഫീസർക്ക് അപേക്ഷകൾ സമർപ്പിക്കണം. അതൊക്കെ ലഭിക്കാൻ കുറച്ച്, അതായത് ഒരു 3-4 ദിവസമൊക്കെ കാലതാമസം ചില മേഖലകളിൽ എടുത്തേക്കാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് എത്രയും വേഗം അപേക്ഷകൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്ന് നമ്മൾ പ്രത്യേകം പറയുന്നത്. വില്ലേജ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കണം, വരുമാന സർട്ടിഫിക്കറ്റ് വേണം. ഇനി അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളുള്ളവരുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം മുൻഗണന തെളിയിക്കുന്ന മറ്റെന്തെങ്കിലുമൊക്കെ രേഖകൾ, വിധവകളാണെങ്കിൽ ആ കാര്യങ്ങൾ, സർക്കാരിൻ്റെ ഭവന പദ്ധതി വീട് ലഭിച്ചവരാണെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ മാനദണ്ഡങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് APL നീല വെള്ള റേഷൻ കാർഡ് ആയിക്കോട്ടെ, ഈ റേഷൻ കാർഡിലെ ആർക്കും തന്നെ സർക്കാർ ജോലിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലി ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർവീസിൽ നിന്ന് വിരമിച്ച് സർവീസ് പെൻഷൻ വാങ്ങുന്നവരാവാൻ പാടില്ല. വീടിൻ്റെ വിസ്തീർണം അത് 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല. ഇനി അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരാകാൻ പാടില്ല. പ്രൊഫഷണൽ ജോലിയുള്ളവർ, അഡ്വക്കേറ്റ്മാർ, എഞ്ചിനീയർമാർ, അതോടൊപ്പം ഡോക്ടർമാർ, ഇവരൊന്നും തന്നെ നമ്മളുടെ റേഷൻ കാർഡിൽ ഉണ്ടാവാൻ പാടില്ല. പ്രതിമാസം 25,000 അതിന് മുകളിൽ വരുമാനമുള്ളവർ നമ്മളുടെ ആ കാർഡിൽ ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ വാഹനം ഉണ്ടാവാൻ പാടില്ല. ടാക്സി ആണെങ്കിൽ പ്രശ്നമില്ല, അല്ലാത്ത വാഹനം നമ്മളുടെ വീട്ടിൽ ആർക്കും തന്നെ ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലിയുള്ളവർ ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മളുടെ സ്ഥലവിസ്തൃതി 1 ഏക്കറിന് മുകളിലാവാൻ പാടില്ല. 1 ഏക്കറിൽ താഴെയായിരിക്കണം ആകെയുള്ള സ്ഥലപരിധി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുക. ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക. നിരവധി ഒഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷ വയ്ക്കുന്ന അർഹതയുള്ളവർക്കെല്ലാം BPL റേഷൻ കാർഡ് ലഭിക്കുന്നതുമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.